ഇതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിക്കോളൂ. സെന്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 1. സോ ഞാൻ ഇവിടെ മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 2 1 ആണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 2 1 ആണ്. ഇതിൽ എവിടെയോ, ഈ സർക്കിളിൽ എവിടെയോ ഒരു പോയിന്റ് 8 9 സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 2 1 ഈ സർക്കിളിൽ കിടക്കുന്ന ഏതോ ഒരു പോയിന്റ് 8 1 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റേഡിയസ് കാണാനാണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞു തന്നിരുന്നു. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ കാണണ്ടത്? റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണണ്ടത്? ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ 2 1 എന്ന് പറയുന്ന പോയിന്റും 8 9 എന്ന് പറയുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ എല്ലാ ആളുകൾക്കും അറിയാം. ഒന്ന് ചെയ്തു നോക്കൂ. എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക? 8 ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. വാട്ട് ഈസ് 8 - 2? അത് മറ്റൊന്നുമല്ല. വാട്ട് ഈസ് ആൻസർ? 6 സ്ക്വയർ. Then 9 - 1 എത്രയാണ്? 8 സ്ക്വയർ. സോ വാട്ട് ഈസ് ആൻസർ? 6 സ്ക്വയർ എത്രയാണ്? 36. 8 സ്ക്വയർ എത്രയാണ്? 64. സോ ആൻസർ എന്താ വരിക? √100 എന്നുള്ളത് 10 എന്ന് കിട്ടിയവരൊന്ന് കൈവക്കിക്കാം. 10. സിമ്പിൾ അല്ലേ? Then ബി ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാനാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് ഓർമ്മ ഉണ്ടോ? എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ? x മൈനസ് a ഹോൾ സ്ക്വയർ എഴുതിക്കോളൂ. x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇതിൽ ഈ സെൻട്രലുള്ള 2 പറയുന്ന പേരാണ് എന്ത്? a. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? b. സോ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. x മൈനസ് a എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? a എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? a എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 2. സോ x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b. b എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 സ്ക്വയർ. r സ്ക്വയർ. r സ്ക്വയർ. r എന്ന് പറയുന്നത് 10 ആണ്. വാട്ട് ഈസ് r സ്ക്വയർ? 100. വെരി സിമ്പിൾ ആണ്. നേരെ മനസ്സിലായില്ലേ? യെസ്.